നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഭീഷണി വേണ്ട, നടപടി മതി. ഇതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. സർക്കാരിനോടായാലും ക്ഷേമനിധി ബോർഡിനോടായാലും അല്ല ഇനി സാധാരണ വ്യക്തികളോടായാലും അംഗൻവാടി വർക്കർമാരോടായാലും ഹെൽപ്പർമാരോടായാലും ICDS ഓഫീസർമാരോടായാലും CDPOമാരായാലും സൂപ്പർവൈസർമാരായാലും പൊതുജനങ്ങളോടായാലും ആരോടായാലും വളരെ സ്നേഹബുദ്ധിയാ പറയട്ടെ, ഞങ്ങളോട് ഭീഷണി വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് നടപടിയാണ്. അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒരു വിഷയമല്ല സുഭാഷിതം ചാനലിൻ്റെ ടാർഗറ്റ്. ഞങ്ങൾ നിരാലംബരും നിരാശരുമായിട്ടുള്ള ആരുടെ വിഷയം എടുക്കും. അത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ, കൊല്ലത്തെ തങ്കശ്ശേരിയിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു ആളിൻ്റെ വിഷയവും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 36,000 വരുന്ന ആശാ വർക്കേഴ്സിൻ്റെ എടുത്തിട്ടുണ്ട്. 66,000 വരുന്ന അംഗനവാടിയുടെ വിഷയം എടുക്കുന്നു. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന തൊഴിലുറപ്പിൻ്റെ വിഷയവും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആരുടെ വിഷയം വന്നാലും ഇന്നിപ്പോൾ അടുത്ത നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ഇന്നലെ എടുത്തിരുന്നു. അടുത്ത ഒരുപാട് ക്ഷേമനിധിക്കാർ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ബോർഡുകാർ, ക്ഷേമനിധിയുടെ തൊഴിലാളികൾ, അത് വിവരങ്ങൾ എടുക്കുന്ന മുറയ്ക്ക് ആ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. ഞാനിത് പറയാൻ കാരണം, അങ്കണവാടികളിൽ 7,000 കെട്ടിടങ്ങൾക്ക് 33,000 കെട്ടിടങ്ങളിൽ 7,000 കെട്ടിടങ്ങൾ വാടക കെട്ടിടത്തിലും ഇടിഞ്ഞു പൊളിയാറായ കെട്ടിടത്തിലും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ന്യൂസ് കണ്ടതിന് ശേഷമാണ് അംഗൻവാടിയുടെ ബാക്കി വീഡിയോകളിലേക്ക് വന്നത്. ആ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് പേര് പറയാത്ത, ഇന്നിപ്പോൾ പലരും ഫോൺ ചെയ്തും മെസ്സേജ് ഇടുമ്പോൾ പേരെങ്കിലും പറയുന്നുണ്ട്, അന്ന് പേര് പറയാതെ സ്ഥലം പറയാതെ ഒരുപാട് ആളുകൾ മെസ്സേജ് തന്നു എനിക്ക്. എല്ലാം സ്ത്രീകളാണ്. അവരുടെ കണ്ണുനീരിൻ്റെ പെരുങ്കടൽ കണ്ടപ്പോഴാണ് ഇതൊന്ന് കൈകാര്യം ചെയ്യണമല്ലോ, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്, ഒന്ന് ഹാൻഡിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഏകദേശം 30ഓളം വീഡിയോകളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അങ്ങനെ കാര്യങ്ങൾ ഒരു എടുപ്പെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ 3 മാസത്തെ പെൻഷൻ ആളുകൾക്ക് കിട്ടി. ഞങ്ങളുടെ ആനുകൂല്യം കൊണ്ടോ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ല, അത് സർക്കാർ കൊടുത്തതാണ്. സർക്കാരിന് എല്ലാ ക്രെഡിറ്റും ഇരിക്കട്ടെ, സമരം ചെയ്ത സംഘടനകൾക്ക് ഇരിക്കട്ടെ, എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഇരുന്നോട്ടെ. ഞങ്ങൾക്ക് ആ ക്രെഡിറ്റ് വേണ്ട. പക്ഷേ ആ 3 മാസം കിട്ടി, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയും പല ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്ന വ്യക്തി തന്നെ പറയട്ടെ, ഞാൻ എന്ന വ്യക്തി സംസ്ഥാന സർക്കാരിൻ്റെ ഡയറക്ടർ സ്ഥാനത്തിരിക്കുകയും സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുകയും നിരവധി പ്രൊഫഷണൽ ഡിഗ്രികളുള്ള ആളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എടുക്കാൻ പോയാലോ, പ്രഭാഷണത്തിന് പോയാലോ, ലേഖനം എഴുതിയാലോ, പുസ്തകം എഴുതിയാലോ ഒക്കെ കാശ് കിട്ടുന്നതാണ്. ഇതിനേക്കാൾ വലിയ കാശ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കാശുണ്ടാക്കുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ല ഈ പടപ്പുറപ്പാട് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഓൺലൈൻ ഡിജിറ്റൽ ചാനലിൽ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ സമയത്താണെങ്കിൽ വലിയ വരുമാനം എല്ലാവർക്കും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വലിയ വരുമാനം കിട്ടുന്നില്ല. 3, 6, 7 മാസം കഴിഞ്ഞാൽ മാത്രമാണ് വളരെ നോമിനലായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടാൽ ആയിരക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടാൽ മാത്രമേ, വാച്ച് അവർ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരുപാട് സമയം ആളുകൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ വളരെ നാമമാത്രമായ തുക കിട്ടുകയുള്ളൂ. ആ തുക വച്ചുകൊണ്ട് ഈ സംവിധാനം ഓടിക്കാൻ കഴിയില്ല. ആളുകളുടെ ശമ്പളവും സ്റ്റുഡിയോയും മറ്റ് ചാർജുകളും കറണ്ട് ചാർജും എല്ലാം ചേർത്തത് ഓടിക്കണമെങ്കിൽ നല്ല തുക പ്രതിമാസം ആവശ്യമുണ്ട്. എന്നിട്ടും ഇത് വിടാതെ ഞങ്ങൾ ഏറ്റെടുക്കുകയും ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ആരെയും ഭീഷണിപ്പെടുത്താതെ സത്യം മാത്രം പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ചാനലായി ഞങ്ങൾ വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഹൃദയത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ആയിരങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. എനിക്ക് എത്രയോ അമ്മമാർ, എത്രയോ സഹോദരിമാർ, അത് അങ്കണവാടിയാകട്ടെ തൊഴിലുറപ്പാകട്ടെ, ഞാൻ ദൈവതുല്യനാണ്. ഞാൻ ദൈവമല്ല, ദൈവതുല്യനുമല്ല. ഞാൻ സാധാരണ പറ്റിയായ മനുഷ്യനാണ്. പക്ഷേ ദൈവതുല്യനാണെന്നും സഹോദരനാണെന്നും മകനാണെന്നും അനുജനാണെന്നും ചേട്ടനാണെന്നും കുടുംബനാഥനാണെന്നും ഗ്രഹനാഥനാണെന്നും ഞങ്ങളുടെ എല്ലാമാണെന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ എന്നെ വിളിക്കുന്നു, മെസ്സേജ് ഇടുന്നു. അതൊക്കെ ഞാൻ ഒരു ആദരവായി കണക്കുന്നു. ചിലരെങ്കിലും നാമമാത്രമായ സംഭാവനകൾ അയക്കാൻ തയ്യാറായിട്ടുണ്ട്. അതും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. അവർ അയക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് സന്തോഷത്തോടുകൂടി എടുക്കും. അങ്ങനെയും ചില വോയിസുകൾ എനിക്ക് വന്നിട്ടുണ്ട്, സാർ സംഭാവനകളൊക്കെ ഞങ്ങൾ അയക്കാം, കാരണം അവർക്ക് പണമെല്ലാം കിട്ടണമല്ലോ. എന്തായാലും ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന നിലയിൽ ചില സംവിധാനങ്ങൾ ഈ കമൻറ്റുകളായും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. അതിട്ടവർ ചിലപ്പോൾ ഫേക്ക് ഐഡിയ ആയിരിക്കും, അല്ലാതെ ആയിരിക്കും. എല്ലാവരോടും ഒറ്റ വാക്കിൽ പറയുന്നു, ഞങ്ങളോട് ഭീഷണി വേണ്ട. ഞങ്ങൾ പ്രശ്നം വന്നാൽ പെരുമ്പാമ്പാവുന്നവരാണ്. ഞങ്ങൾക്ക് പ്രതിസന്ധി കാണുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നത്. ചില ആളുകൾ സമാധാനമിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ ഒരാൾ തെറി പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യും, ഈ വിഷയത്തിൽ കൂടുതൽ കണ്ടെത്തിക്കൊണ്ടുവരും. അല്ലാതെ ഞങ്ങൾ അവരെ തെറി പറയാൻ നിൽക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഭാഷയുമെല്ലാം നന്നായി അറിയാം. വളരെ കൃത്യമായി നിങ്ങൾ നോക്കൂ, ഓൺലൈൻ ചാനലുകളിൽ
വളരെ മാന്യമായ മിതമായ ഭാഷയാണ് ഞങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ലാതെ ചില ചാനലുകൾ പോലെ, മഞ്ഞ ചാനലുകൾ പോലെ ഞങ്ങൾ ചർവണം നടത്തി ആരെയും തെറി പറയാറില്ല, ഒരു വ്യവസ്ഥയും തെറി പറയാറില്ല. മോഡി ഗവൺമെൻറ്റാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ പറയും, പിണറായി ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ പറയും. ഇനി ആരാണത് ചെയ്യേണ്ടെങ്കിലും ഞങ്ങൾ പഞ്ചായത്താണ് ചെയ്യണമെങ്കിൽ അത് പറയും. അതുകൊണ്ട് ഞങ്ങളുടെ പുറത്ത് ഭീഷണി വേണ്ട, ഞങ്ങളോട് എതിർപ്പും വേണ്ട. നിങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ പറയുന്നതിന് ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളൂ. ഞാൻ ഒരാൾ ആത്മഹത്യ ചെയ്ത കഥയിടുമ്പോൾ അങ്ങനെയല്ല സാർ എന്ന് പറയുമ്പോഴാണ് ICDS ഓഫീസറുടെ പീഡനം കൊണ്ട് കോട്ടയത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള പുതിയ കഥ എനിക്ക് ഇന്നലെ അയച്ചത് കിട്ടുന്നത്. വളരെ പെട്ടെന്ന് ഈ പൊടി എന്തോ എടുത്തുകൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ചൂടായതിന് എടുത്തുകൊണ്ട് പോയില്ലെന്നോ, പോകാൻ സമയത്ത് പറ്റിയില്ലെന്നോ, പറ്റാത്തതുകൊണ്ട് വിളിച്ച് ചൂടായി അങ്ങനെ കൊന്നുകളയോ എന്നൊക്കെ പറഞ്ഞ് അവർ പോയി ആത്മഹത്യ ചെയ്തു. അങ്ങനെ എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും വിഷമമുണ്ട്. അങ്കണവാടിക്കാർക്കുള്ള പെൻഷൻ സമയത്ത് കൊടുക്കുക, അവരുടെ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പണി മതിയാക്കി ഞങ്ങൾ അടുത്ത ആർക്കാണോ കൊടുക്കാത്തത് അവരുടെ പുറകെ പോവും. ഞങ്ങൾക്കിതൊരു നിത്യ അഭ്യാസവുമല്ല, ഞങ്ങൾക്ക് ഈ പണിയല്ല, ഞങ്ങൾ അതിനുവേണ്ടി തുടങ്ങിയ ചാനലുമല്ല. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, ഭീഷണി വേണ്ട, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. നടപടി വരട്ടെ.